സാരിയുടെ പീസാണ്. അതിന് 2 ഭാഗമുണ്ട് കേട്ടോ. ഒന്ന് വീതിയുള്ള ഭാഗം, ഒന്ന് വീതിയില്ലാത്ത കരയുള്ള ഭാഗം. കണ്ട, അതിൽ കര കൂടുതലുള്ള ഭാഗം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കാം. തുണി കുറവുള്ളതായ കാരണം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം. അതാണ് ഇങ്ങനെ ഇട്ട് ആദ്യം കൈ, അതായത് സ്ലീവ് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഒരു 12 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് അടിയിൽ മടക്കിയടിക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് ഒരു 11 ഇഞ്ച് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു. ഇറക്കം മാർക്ക് ചെയ്തിട്ടു. ഇനി മുറിഞ്ഞ ഭാഗത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 4 ഇഞ്ച് മേലോട്ടും ചെരിച്ച് മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കൈയിൻ്റെ ഷേപ്പ് വരച്ചു. ഇനി ഒരു 2 ഇഞ്ച് അടിയിൽ നിന്ന് മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തു. അങ്ങനെ 5.25 ഇഞ്ചിൻ്റെ പകുതി എടുത്തു. അതിനെ കർവിലേക്ക് ഇങ്ങനെ കുഴിച്ച് വരച്ചു. ഇനി നമുക്ക് തുമ്പിൻ്റെ വണ്ണം എടുക്കാം. കൈത്തുമ്പ് വണ്ണം 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൽ നിന്ന് തുമ്പത്തേക്ക് മാർക്ക് ചെയ്തു. കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ബാക്കിയുള്ള പീസ് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്യാൻ കിട്ടണമല്ലോ. അതാണ് ഇപ്പോൾ കാണിക്കാൻ കാരണം. കുറച്ച് തുണിയാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം. ഇനി ബാക്കിയുള്ള തുണിയുടെ ഭാഗം കട്ട് ചെയ്ത് മുറിഞ്ഞ ഭാഗത്ത് നമ്മൾ 24 ഇഞ്ച് വണ്ണെടുത്ത് 2ആയി മടക്കിയിട്ടു. 24 ഇഞ്ച് എടുത്ത് 2ആയി മടക്കിയിട്ടു. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ, നമ്മുടെ ബോഡി ഭാഗം വെട്ടാനാണ്. അതിന് മടങ്ങിയ ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് ഇട്ടു. അടിഭാഗം ഒന്ന് ഒപ്പം കട്ട് ചെയ്തു. ഇനി ബാക്ക് സൈഡ് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു 16 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത്. 1.5 ഇഞ്ച് നമ്മൾ അടിയിൽ പടി മടക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടു. ഇനി നമ്മൾ ബാക്കിയുള്ള തുണി മേലേക്ക് മടക്കിയിട്ട് 3 ഇഞ്ച് കഴുത്തകലെടുത്തു. 7 ഇഞ്ച് കഴുത്തിറക്കെടുത്തു. അതിൽ കർവ് വരച്ചു. 3.5 ഇഞ്ച് ഷോൾഡർ വരച്ചു. 6.5 ഇഞ്ച് കൈക്കുഴി വരച്ചു. 1.5 ഇഞ്ച് എടുത്ത് കുഴിച്ചും വരച്ചു. ഫ്രണ്ട് ഇറക്കെടുത്തു. എന്നിട്ട് നമ്മൾ 4 ഇഞ്ച് നീങ്ങിയിട്ട് ഫസ്റ്റ് ടെക്ക് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് വീതം 1.5 ഇഞ്ച് വീതം. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്. ബ്ലൗസ് അല്ലെങ്കിൽ തികയില്ല കേട്ടോ. ബാക്കിയുള്ളത്